തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം വഴിയായി ഇറക്കി കൊടുത്ത വിശുദ്ധ ഖുർആൻ. അവിടുത്തെ സ്വഹാബികളിൽ ഖുർആൻ പണ്ഡിതന്മാരുണ്ടായിരുന്നു. താബിഉകളിൽ അവിടെ നിന്നോട്ട് ഇതുവരേക്കും ഇന്നും വിശുദ്ധ ഖുർആനിന്റെ ഉള്ളറകൾ പഠിക്കാൻ കഴിഞ്ഞ മഹാപ്രതിഭകളായ പണ്ഡിതന്മാർ നമുക്ക് കാണാൻ കഴിയും. സ്വഹാബികളിലെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിബിതങ്ങളിൽ നിന്ന് ഖുർആൻ പഠിച്ച പണ്ഡിതനാണ്. വിശുദ്ധ ഖുർആൻ നിബിതങ്ങൾ സ്വഹാബികൾക്ക് ഓതി പഠിപ്പിച്ചു. അത് എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞു, രേഖപ്പെടുത്തി. നിബിതങ്ങൾ സ്വഹാബികൾക്ക് ഖുർആൻ ഓതി കൊടുത്തു. സ്വഹാബിമാരിൽ നിന്ന് നിബിതങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടപ്പെട്ടതിന്റെ ശേഷം ഇഷ്ടമായതിന്റെ പേരിൽ തങ്ങൾ സ്വഹാബികളോട് തങ്ങൾക്ക് ഓതിത്തരാൻ വേണ്ടി പറയുകയും ചെയ്ത് അനുചരന്മാർ ഓതുമ്പോൾ ആ വിശുദ്ധ വചനങ്ങളുടെ അർത്ഥങ്ങളോർത്ത് കണ്ണുനീർ പൊഴിച്ച് നിബിതങ്ങൾ കരഞ്ഞ അനുഭവങ്ങൾ വിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുമ്പ് ഒരു ആട്ടിടയൻ നിബിതങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയം ആ ഒരു ത്വരീഖുൽ ഹിജ്റയിൽ മക്കയിൽ നിന്ന് മദീനത്തേക്കുള്ള വഴിയിൽ ആട്ടിടയനായ ഒരു ചെറു പയ്യനെ കണ്ടു. ആ പയ്യനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഖർരിബ് ലി ഷാത്തൻ മിൻഹാ, മുത്തനബി തങ്ങൾ ഇബ്നു മസ്ഊദ് എന്നവരോട് പറഞ്ഞു, ഇബ്നു മസ്ഊദേ, നിങ്ങളുടെ ആടുകളിൽ നിന്ന് ഒരാടിനെ എന്റെ അരികത്തേക്ക് കൊണ്ടുവാ. മഹാനവറുകൾ പറഞ്ഞു, നബിയെ ഇന്നഹാ ഹായിലുൻ, നബിയെ ഈ ആടുകൾക്ക് പാലില്ല എന്ന് പറഞ്ഞു. ഈ ആടുകൾക്ക് പാലില്ല നബിയെ, ഇന്നഹാ ഹായിൽ. തങ്ങൾ പറഞ്ഞു, ഇൻഖാൻ, അവകൾക്ക് പാലില്ലെങ്കിലും ഒരാടിനെ ഇങ്ങോട്ട് കൊണ്ടുവാ. فمسح صلى الله عليه وسلم على ضرعها وسمى وبرك. ആ ആടിന്റെ അകിടിൽ അല്ലാഹുവിന്റെ റസൂൽ തടവുകയും ബിസ്മി ചൊല്ലുകയും ബറക്കത്തിന് വേണ്ടി ദുആ ഇറക്കുകയും ചെയ്തു. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ ഏതാനും ചില ആയത്തുകൾ വിധങ്ങൾ പാരായണം ചെയ്യുന്നത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നു. അപ്പോഴേക്കും ആടിന്റെ ഉണങ്ങിയ അകിടിൽ പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയായി. വിധങ്ങൾക്ക് ദാഹിച്ച് കൂടെയുള്ള സുന്നീഖ് റളിയല്ലാഹു അൻഹുവിനും പാല് വേണം. മരുഭൂമിയിൽ കിണറില്ലാത്ത, വെള്ളം ലഭ്യമല്ലാത്ത ആ മദീനയിലേക്കുള്ള യാത്രയിൽ ഹബീബിന്റെ ഒരു മുഅ്ജിസത്താണ് ഇവിടെ സംഭവിച്ചത്. വിശുദ്ധ ഖുർആനിന്റെ പാരായണം നടന്നുകൊണ്ടിരിക്കെ ആ ഒരു അത്ഭുതം സംഭവിച്ചതിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വല്ലാതെ അത്ഭുതപ്പെട്ടിരുന്നു. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചു, അല്ലിംനി മിൻ ഹാദാ, ഈ വിശുദ്ധ ഖുർആൻ എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ നബിയേ? അങ്ങ് ഖുർആനിന്റെ വചനം ഓതിയപ്പോ ആടിന്റെ അകിടിൽ പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയായി. ഈ മഹാത്ഭുതം കണ്ടുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് എന്നവർ ചോദിക്കുന്നത്, അല്ലിംനി മിൻ ഹാദാ, നബിയേ എനിക്ക് നിങ്ങൾ ഈ വിശുദ്ധ ഖുർആൻ എന്താണെന്ന് പഠിപ്പിച്ചു തരൂ.
ഖാല ഇന്നക ഗുലാമുൻ മുഅല്ലമുൻ, മോനെ നിങ്ങൾ ജ്ഞാനം നൽകപ്പെടുന്ന ഒരു മോനായിരിക്കും. ഇന്നക ഗുലാമുൻ മുഅല്ലമുൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് ജ്ഞാനം ചോദിച്ചുവെന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മുസ്ലിമായി സ്വഹാബിയായ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. സൂറത്തുർ റഹ്മാൻ വിശുദ്ധ ഖുർആനിലെ അറൂസുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ മണവാട്ടിയാണെന്ന് നബി തങ്ങൾ പറഞ്ഞ സൂറത്തുർ റഹ്മാൻ മനപ്പാഠമാക്കുകയും ആ മനപ്പാഠമാക്കിയ സൂറയുമായി മസ്ജിദുൽ ഹറാമിലേക്ക് പരിശുദ്ധ കഅബാലയത്തിന്റെ അരികത്തേക്ക് ചെല്ലുകയും ബിംബങ്ങളായ ബിംബങ്ങൾ മുഴുവനും നിൽക്കുന്ന അന്നത്തെ കഅബയുടെ പരിസരത്ത് നിന്ന് ഉറക്കെ അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. സൂറത്തുർ റഹ്മാനിന്റെ വചനങ്ങൾ ഉറക്കെ ഓതുകയും കുഫറിന്റെ ശക്തികളെ പേടിപ്പിക്കുകയും ചെയ്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഖുർആനിന്റെ വിളംബരം ചെയ്തു. അവരൊക്കെ ഓടി വന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ അടിക്കുകയും പ്രഹരിക്കുകയും ചെയ്തു. മഹാനവറുകൾ സഖത അലൽ അർളി മഗ്ശിയൻ, ബോധരഹിതനായി താഴെ വീഴുകയാണ് ഉണ്ടായത്. മഹാനായ ഇന്നക ഗുലാമുൻ മുഅല്ലമുൻ എന്ന് നബി തങ്ങൾ പറഞ്ഞ സഹാബി റളിയല്ലാഹു അൻഹു ശരീരം വളരെ മെലിഞ്ഞ ആളായിരുന്നു. ഖുർആനാണ് ആ മഹാനെ ഉന്നതങ്ങളുടെ ഉയരങ്ങളിലേക്ക് ഉയർത്തിയത്. വിശുദ്ധ ഖുർആൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് വേണ്ടി ഒരു വൃക്ഷത്തിന്റെ മുകളിൽ കയറിയ നേരം സൗണ്ട് അങ്ങനെ ഒന്നും ചെയ്യണം, ഒരു വൃക്ഷത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. കാറ്റടിച്ചപ്പോ ശരീരം വളരെ മെലിഞ്ഞു നിൽക്കുന്ന ഈ സ്വഹാബി കാറ്റിൽ വൃക്ഷത്തോടൊപ്പം ആടിക്കളിക്കുമ്പോ സ്വഹാബികളിൽ ചില ആളുകൾ ചിരിക്കാൻ തുടങ്ങി. വിധങ്ങൾ ചോദിച്ചു, അതദ്ഹഖൂന മിൻ ബിഖത്തി സാഖി, ഇബ്നു മസ്ഊദിന്റെ കാലുകൾക്ക് വണ്ണമില്ലെന്ന് കണ്ട് നിങ്ങൾ ചിരിക്കുകയാണോ എന്ന് വിധങ്ങൾ ചോദിച്ചു. വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇന്നഹുമാ ഫിൽ മീസാനി യൗമൽ ഖിയാമ അസ്ഖലു മിൻ ജബലി ഉഹദ്, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുന്നിൽ കർമ്മങ്ങൾ തൂക്കപ്പെടുന്ന മീസാനിലേക്ക് വെക്കുകയാണെങ്കിൽ ആ കൊച്ചു രണ്ട് കാലുകൾക്ക് ഉഹദ് മലയേക്കാളും ഭാരമുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരീരം സൃഷ്ടിച്ചെങ്കിൽ എന്താണ്? അല്ലാഹുവിന്റെ ഭാരമേറിയ വചനങ്ങൾ ചുമന്ന് നടക്കുന്ന മഹാപണ്ഡിതനായിരുന്നു അത്. വിശുദ്ധ ഖുർആൻ വഹിക്കുന്നതോടുകൂടെ മിൻ ജബൽ ഉഹദിൻ, ഉഹദ് മലയേക്കാളും ഭാരമുണ്ട് അവരുടെ കാലുകൾക്കെന്ന് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് നബി തങ്ങൾ ഒരിക്കൽ പറയുന്നു, ഇഖ്റഅ അലയ്യൽ ഖുർആൻ, ഇബ്നു മസ്ഊദേ നിങ്ങൾ എനിക്ക് വേണ്ടി ഖുർആൻ ഓതിത്തരണം, നിങ്ങൾ എനിക്ക് വേണ്ടി ഖുർആൻ ഒന്ന് പാരായണം ചെയ്യണം. യാ റസൂലല്ലാഹ് കൈഫ അഖറഉ അലൈക വഅലൈക ഉൻസിൽ, ഞാൻ അങ്ങേക്ക് ഓതിത്തരികയോ നബിയേ? അങ്ങേക്കല്ലയോ അല്ലാഹു വിശുദ്ധ വചനം ഇറക്കിയത്, അങ്ങല്ലേ ഞങ്ങൾക്ക് ഓതിത്തരേണ്ടത്, അങ്ങേക്ക് ഞാൻ ഓതിത്തരികയോ? നബി തങ്ങൾ പറഞ്ഞു, ഇഖ്റ, നിങ്ങൾ ഓതി. ഫഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, മറ്റൊരാളിൽ നിന്ന് ഖുർആനിന്റെ പാരായണം കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്, നിങ്ങളൊന്ന് ഓതിത്തരൂ. ഫഖറഅ, മഹാനവറുകൾ വളരെ ഭവ്യതയോടുകൂടെ സൂറത്തുൻ നിസാ വരെ ഓതിയിട്ട് സൂറത്തുൻ നിസായിലെ 41ാമത്തെ ആയത്തിലേക്ക് എത്തി നിൽക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. അല്ലാഹുവിന്റെ റസൂലിനോട് ഖുർആൻ ചോദിക്കുകയാണ്, അല്ലാഹു ചോദിക്കുകയാണ്, فكيف إذا جئنا,
മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്. ഓരോരോ സമുദായങ്ങളുടെയും ഓരോരോ പ്രവാചകന്മാരുടെയും അനുയായികളുടെ കർമ്മങ്ങൾക്ക് സാക്ഷികളായി ആ പ്രവാചകന്മാരെ അല്ലാഹു നാളെ വിസ്തരിക്കുകയും അങ്ങേ നാം നാളെ വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ അലാ ഹൗലാഇ ഷഹീദാ, ഈ മുസ്ലിമീങ്ങൾക്ക് സാക്ഷിയായി നബിയെ നിങ്ങളെ നാം വിസ്തരിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഉമ്മത്തിന്റെ നായകർ, ഉമ്മത്തിന്റെ നേതാവ് അനുയായികളുടെ കർമ്മങ്ങൾക്ക് സാക്ഷികളായി വിസ്തരിക്കപ്പെടുമ്പോൾ എന്ന വിശുദ്ധ വാക്യം ഓതിയപ്പോൾ ഹബീബായ നബി തങ്ങൾ പറയാൻ തുടങ്ങി, ഹസ്ബുകൽ ആൻ, ഹസ്ബുകൽ ആൻ. മദി ഇബ്നു മസ്ഊദേ, മദി, ഇവിടെ നിർത്താം നമുക്ക്, ഇവിടെ നിർത്താം നമുക്ക്, ഈ അപ്പുറത്തേക്കൊന്ന് ഓടിപ്പോവല്ലേ. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാൻ, ഫനളറതു ഇലൈഹി, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വഇദാ ഐനാഹു തദ്രിഫാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ രണ്ട് കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തിരുബിതങ്ങൾ കരയുകയായിരുന്നു. ഖുർആൻ ഓതുമ്പോൾ കരയണമെന്നാണ്. നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ കരച്ചിൽ ഉണ്ടാക്കണം, ഉണ്ടാക്കി കരയുക തന്നെ വേണം. കരച്ചിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ തമാശയായിട്ട് കരയുക എന്നല്ല. വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ നിങ്ങളുടെ കണ്ഠമിടണം. വിശുദ്ധ ഖുർആനിന്റെ പാരായണം സത്യവിശ്വാസിയുടെ ഹൃദയങ്ങൾക്ക് രോമാഞ്ചമണിയിക്കുന്നതോടൊപ്പം അതിന്റെ ആശയങ്ങൾ ആലോചിക്കുമ്പോൾ ഹൃദയങ്ങൾ വിങ്ങിപ്പൊട്ടണമത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നക ഗുലാമുൻ മുഅല്ലമുൻ, ഇബ്നു മസ്ഊദേ നിങ്ങൾ വിജ്ഞാനം നൽകപ്പെട്ട ഒരു പണ്ഡിതനാണ് എന്ന് വളരെ ചെറുപ്പകാലത്ത് മഹാനായ ഇബ്നു മസ്ഊദ് എന്നവരോട് പറഞ്ഞു കൊടുത്ത വചനം ഇബ്നു മസ്ഊദ് തങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ മഹാപണ്ഡിതനായി മാറുകയും നബി തങ്ങൾ വിശുദ്ധ ഖുർആൻ മറ്റൊരാളിൽ നിന്ന് ഓതി കേൾക്കാൻ ഇഷ്ടപ്പെട്ട നേരം ആ വചനങ്ങൾ ഓതി കേൾക്കാൻ നബി ആഗ്രഹിച്ചത് ഈ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. മുത്തനബി തങ്ങൾ നമ്മളോട് പാരായണം ചെയ്യാൻ പറയുന്നു. നമുക്ക് നേരമുണ്ടോ? നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന് സമയം കിട്ടുമോ? എത്ര വലിയ ഫിത്നയാണത്. അത്യാവശ്യങ്ങൾക്കോ ദീനിനോ നന്മയ്ക്കോ ഉപയോഗിക്കേണ്ടതിന് പകരം അനാവശ്യമായ വെറുതെ കുറെ ചർച്ചകളും വീഡിയോകളും അതും ഇതും കണ്ടിരുന്ന് അള്ളാഹുവിന്റെ വചനത്തിന് കൊടുക്കേണ്ട അർഹമായ അംഗീകാരം നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ഈ ഖുർആൻ നമുക്ക് നാളെ സാക്ഷിയാണ്. ജീവനില്ലാത്ത വസ്തുക്കൾക്ക് നാളെ സംസാരിക്കാൻ അല്ലാഹു കഴിവ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാവിനെ പോലെ കൈയും കാലും ശരീരത്തിന്റെ അവയവങ്ങളും നാളെ സംസാരിച്ച് നമുക്കെതിരെ സാക്ഷി പറയുമെന്ന് നിബിധങ്ങൾ പറഞ്ഞിട്ടില്ലേ? വിശുദ്ധ ഖുർആൻ നമുക്ക് വേണ്ടി സാക്ഷി പറയും. നമ്മുടെ വീടുകളിലുള്ള മുസ്ഹഫ് നമുക്ക് കൊണ്ടുവെക്കാൻ കഴിയുമായിരുന്ന മുസ്ഹഫ് എന്തുകൊണ്ട് നമ്മളത് എടുത്തു നോക്കിയില്ലെന്നും എന്തുകൊണ്ട് പാരായണം ചെയ്തില്ലെന്നും അല്ലാഹുവിന്റെ വചനം നാളെ നമുക്കെതിരെ സാക്ഷി പറയും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതിന് ഓതിയ ആളുകൾക്ക്, അത് പാരായണം ചെയ്യുന്നവർക്ക് അത് അനുകൂലമായി സാക്ഷി പറയും. നമുക്ക് സാക്ഷി വേണ്ടേ? ഒരു കേസ് ജയിക്കണമെങ്കിൽ സാക്ഷി വേണ്ടേ? അല്ലാഹുവിന്റെ മുമ്പിൽ റബ്ബിനറിയാം സത്യമേതാണ്, ധർമ്മമേതാണ്, നന്മ ഏതാണെന്ന്. പക്ഷേ നമ്മളെ ബോധപ്പെടുത്താൻ അല്ലാഹു സാക്ഷികളെ വിസ്തരിക്കുന്ന കൂട്ടത്തിൽ ഒരു പക്ഷേ ഏറ്റവും വലിയ സാക്ഷ്യം വിശുദ്ധ ഖുർആനിന്റെ സാക്ഷ്യമാണ്. ഇഖ്റഊ സൂറത്തുൽ ബഖറ വൽ ആല ഇംറാൻ. നബി തങ്ങൾ പറയാറുണ്ട്, സൂറത്തുൽ ബഖറയും സൂറത്ത് ആല ഇംറാനും നിങ്ങൾ ഓതണമേ. ഇഖ്റഉ الزهراوين فإنهما تأتيان يوم القيامة كالغيايتين أو غمامتين. നാളെ വിശുദ്ധ ഖുർആൻ സാക്ഷി വരും. ആ സാക്ഷി വരുമ്പോൾ മേഘം പോലെ നിങ്ങൾക്ക് തണൽ നൽകുന്ന രണ്ട് സൂറകളുണ്ട്. ഒന്ന് സൂറത്തുൽ ബഖറയാണ്, മറ്റൊന്ന് ആല ഇംറാനാണ്. أو كفرقان من طير صواف تضلان صاحبهما يوم القيامة. പക്ഷിക്കൂട്ടങ്ങൾ ആകാശം നിറയെ പക്ഷിക്കൂട്ടങ്ങളായി വന്ന് തണൽ വിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ മേഘപടലങ്ങൾ തണൽ വിരിക്കുന്ന പോലെ നാളെ പരലോകത്ത് സൂറത്തുൽ ബഖറയും ആല ഇംറാനും ഓതുന്നവർക്ക് ഈ രണ്ട് സൂറകളും സാക്ഷിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലിഅസ്ഹാബിഹി. വിശുദ്ധ ഖുർആൻ അത് ഓതുന്ന ആളുകൾക്ക് നാളെ സാക്ഷിയാണ്. ഇന്നത്തെ
ദിവസം ഖുർആൻ നമുക്ക് സാക്ഷി നിൽക്കുമോ? ഇന്നലത്തെ ദിവസത്തിന് ഖുർആൻ നമ്മോട് സാക്ഷി പറയോ? നമുക്ക് വേണ്ടി സാക്ഷി പറയുമോ? മിനിഞ്ഞാന്നത്തേക്ക് ഖുർആൻ സാക്ഷി പറയുമോ? നമ്മൾ ആലോചിക്കാറുണ്ടോ? വിശുദ്ധ ഖുർആൻ നമുക്ക് സാക്ഷി പറയണ്ടേ? നമ്മളത് പാരായണം ചെയ്യണ്ടേ? ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഒരു പേജെങ്കിലും വിശുദ്ധ ഖുർആനിന്റെ പാരായണം നടക്കാതെ പോവുകയാണെങ്കിൽ അത് അതിശക്തമായ ദിവസമായിരിക്കും അത്രേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ പാരായണം ചെയ്യാനും അത് പഠിക്കാനും പറഞ്ഞു. കൊച്ചുമക്കൾക്ക് പഠിപ്പിക്കണം, നമ്മൾ പഠിക്കണം. വിശുദ്ധ ഖുർആന്റെ പഠനത്തിലാണ് വലിയൊരു വൈരുദ്ധ്യം കാണുന്നത്. കൊച്ചുപ്രായത്തിൽ മദ്രസ കഴിയുമ്പോ 10-15 വയസ്സാകുമ്പോഴേക്കും ജുസ് അമ്മയോ തബാറക്കയോ മുഴുവൻ അറിഞ്ഞിരുന്ന ആളുകള് വലുതാകും തോറും അത് കുറഞ്ഞു വരികയെന്നല്ലാതെ കൂടുന്നില്ലല്ലോ. ചെറുപ്പകാലത്ത് അതറിയാമായിരുന്നു. സൂറത്തുൽ കഹ്ഫ് കാണാതറിയാം, യാസീൻ അറിയാം, അല്ലെങ്കിൽ സൂറത്തു തബാറക്ക അറിയാം. ഇങ്ങനെ വിശുദ്ധങ്ങളായ സൂറകൾ ഒക്കെ മനഃപ്പാടമുള്ള ആളുകൾ വലുതാകുന്ന മറന്നുപോകാൻ. 2 ജുസ് 10 വയസ്സുള്ളപ്പോൾ ഒരാൾക്ക് അറിയുമായിരുന്നെങ്കിൽ ഒരു 30 വയസ്സാകുമ്പോ മിനിമം ഒരു 15 ജുസ് എങ്കിലും പഠിക്കണ്ടേ? പഠിക്കുന്നില്ലല്ലോ. വിശുദ്ധ ഖുർആനിന്റെ പഠനം കീഴ്പോട്ട്, നമ്മുടെ വളർച്ച മുന്നോട്ട്. ഈ വളർച്ച അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന വളർച്ചയാ വേണമെങ്കിൽ വിശുദ്ധ വചനവുമായുള്ള നമ്മുടെ ബന്ധം കൂടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മഹാനായ അല്ലാമ ഇബ്നു ഇദ്രീസ് റഹ്മത്തുള്ളാഹി അലൈഹി മരണം ആസന്നമായപ്പോ മക്കളെ വിളിച്ചുകൊണ്ട് പറയുന്നു, മക്കളെ ലാ തഅസുല്ലാഹ ഫീ ബൈതി ഹാദാ, എന്റെ ഈ വീട്ടിൽ വെച്ച് നിങ്ങളാരും അല്ലാഹുവിനെ തെറ്റ് ചെയ്യരുതേ. എന്റെ ഈ വീട്ടില് ചിലപ്പോ അങ്ങനെ കാണും ചില വല്യപ്പന്മാരും വല്യമ്മമാരൊക്കെ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലമാണ് TV വെക്കണ്ട, കാരണം അതുകൊണ്ട് അനാവശ്യങ്ങളാണ് ഉണ്ടാകുന്നത്, അതുകൊണ്ട് നമ്മുടെ സംസ്കാരമാണ് നശിക്കുന്നത്, ഞങ്ങൾ മരിക്കുന്നവരെ അത് വേണ്ടെന്ന് പറഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോയി വെക്കുന്ന മക്കളുണ്ടാകാം. മഹാനായ അല്ലാമ ഇബ്നു ഇദ്രീസ് തങ്ങൾ പറഞ്ഞു, മക്കളെ ലാ തഅസുല്ലാഹ ഫീ ഹാദൽ ബൈത്ത്, എന്റെ ഈ വീട്ടിൽ വെച്ച് നിങ്ങളാരും അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യരുതേ. എന്തുകൊണ്ടെന്നാൽ ഫഇന്നി ഖതംതുൽ ഖുർആന ഫീ ഹാദിഹി الزാവിയ 40000 മറ, 40000 തവണ ഈ റൂമിന്റെ മൂലയിൽ വെച്ച് വിശുദ്ധ ഖുർആന്റെ ഖത്മ ഞാൻ ചെയ്തിട്ടുണ്ട്. 40000 തവണ 40000 ഖുർആനിന്റെ ഖത്മ ഈ വീട്ടിൽ വെച്ച് ഞാൻ ഓതിയിട്ടുണ്ട്. അതിന്റെ പേരിൽ എന്റെ ഈ പരിശുദ്ധമായ വീട്ടിൽ വെച്ച് മക്കളെ നിങ്ങളാരും തെറ്റ് ചെയ്യരുതേ എന്ന് മക്കളെ ഉപദേശിച്ചിരുന്ന അല്ലാമ ഇബ്നു ഇദ്രീസ് റഹ്മത്തുള്ളാഹി അലൈഹി. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, അദ്ദുന്യാ മൽഊൻ. വിശുദ്ധ ഹബീബിന്റെ വചനമാണ്, വമൽഊനും മാ ഫീഹാ ഇല്ലാ കിതാബല്ലാഹി വമാ വാലാ. അല്ലാഹുവിന്റെ ഈ ലോകം അഭിശപ്തമാണ്. വിശുദ്ധ ഖുർആനും അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളും ഒഴികെ. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നൽ ഖൽബല്ലദീ ലൈസ ഫീഹി ശൈഉൻ മിനൽ ഖുർആനി കൽ ബൈത്തിൽ ഖരിബ്. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കണേ. ഹൃദയത്തിനുള്ളിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമില്ലാത്തത് വിജനമായ ആൾശൂന്യമായ ആരും കയറാതെ പൊടി പിടിച്ചു കിടക്കുന്ന, മാറാല പിടിച്ചു കിടക്കുന്ന, ചൊല്ലി പിടിച്ചു കിടക്കുന്ന ഒരു വീടിനെ പോലെയാണ് ഖുർആൻ മനഃപ്പാഠമില്ലാത്ത ഹൃദയത്തിന്റെ അവസ്ഥയെന്ന് ഖൽബിന്റെ ഉള്ളകത്തിന്റെ വെളിച്ചം അല്ലാഹു നൽകിയ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനിനെ എങ്ങനെയാണ് നമ്മുടെ മുൻഗാമികൾ കൊണ്ടു നടന്നത്? അവരുടെ ജീവജലമായി, അവരുടെ ശ്വാസത്തിനേക്കാൾ പ്രാധാന്യമുള്ളതായി വിശുദ്ധ വചനം അല്ലാഹുവിന്റെ കലാമുക്ക് നടക്കുമ്പോഴും ഓടുമ്പോഴും യാത്രയിലും ഒക്കെ ഓതാൻ കഴിയുന്ന വിധം ഖുർആനിന്റെ മൊബൈൽ ആപ്പുകളടക്കം എന്തെല്ലാം സംവിധാനങ്ങൾ ഡിജിറ്റൽ ഫോണുകളിലൂടെ തന്നെ നമുക്കത് ഉപയോഗിക്കാൻ അവസരമുണ്ടായിട്ട് പോലും നമ്മൾ എന്തേ ഉപയോഗിക്കാത്തത്? ഇത്ര വലിയ കുറ്റബോധം വേണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളിലെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വരുന്നു. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആരാണ്? قال
ഖാരിഉൽ ഖുർആൻ സയ്യിദുൽ ഖുറാ. ഒരു ഖുർആനിന്റെ മത്സരം നടക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ ആ നഗരിക്കൊരു പേര് വേണമെങ്കിൽ ആ പേരിന് ഏറ്റവും യോജിച്ചത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ്. സയ്യിദുൽ ഖുറാ, ഖാരിഈങ്ങളുടെ നേതാവെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. സയ്യിദുൽ ഖുറാ കാന അബിയദൽ ജിസ്മി അബിയദൽ ഥൗബി അബിയദൽ ശഅരി വൽ ലിഹ്യ. താടിയും തലയും വെളുത്ത്, ശരീരവും നല്ല വെളുത്ത നിറം, വെളുത്ത വസ്ത്രം ധരിച്ച് കഅന്നഹു മലകുൻ, അവരൊരു മലാഖയെ പോലെയായിരുന്നുവെന്ന് നൂറുൻ അലാ നൂർ എന്ന് മഹാനവറുകളെ കുറിച്ച് സുഹാബിമാർ പോലും പറയാറുണ്ട്. പ്രഗൽഭനായ പണ്ഡിതൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനത്തെ പരിശുദ്ധമായ പള്ളിയിൽ സഹാബികളുമായി ചർച്ച നടക്കുമ്പോൾ മഹാനവറുകൾ ഓരോരോ വാക്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക്. ഇറാഖിൽ നിന്ന് വന്ന ഒരാൾ, അദ്ദേഹത്തെ അറിയില്ല ആരാണ് ഉബയ്യ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓരോരോ വിഷയമുണ്ടാകുമ്പോഴും തൊട്ടരികത്തുള്ള ഉബയ്യ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ ഇറാഖിയായ ആൾ ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീനെ മൻ ഹാദാ, ആരുടെ മുഖത്തേക്കാണ് നിങ്ങൾ ഈ നോക്കുന്നത്? ഓരോരോ വിഷയം പറയുമ്പോഴും നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നുണ്ടല്ലോ, അഭിപ്രായം അന്വേഷിക്കുന്ന ഇയാൾ ആരാണ് എന്ന് ചോദിച്ചപ്പോ ഈ മനുഷ്യന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മാക്ക് നിങ്ങൾ നഷ്ടമാവട്ടെ. ആ വാക്കിന്റെ അർത്ഥം അതാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും ആയിട്ട് നിങ്ങൾക്ക് അവരെ അറിയില്ലയോ? ثكلتك أمك أما عرفت هذا سيد المسلمين أبي بن كعب. ഇത് മുസ്ലിമീങ്ങളുടെ നേതാവ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആണ്. ഇവരെ നിങ്ങൾക്കറിയില്ലയോ? ഇവരോടാണ് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നത്, നബിയേ ഇന്നല്ലാഹ യഅ്മുറുക അൻ തഖറഅ ഉബയ്യ് ഇബ്നു കഅബ് സൂറത്തുൽ ബയ്യിന. നബിയേ സൂറത്തുൽ ബയ്യിന എന്ന സൂറ ലം യകുൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുൽ ബയ്യിന എന്ന സൂറത്ത് നബി തങ്ങളോട്, നബിയേ ഈ സൂറത്ത് നിങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് എന്നവർക്ക് ഓതി കൊടുക്കണം, അങ്ങോട്ട് ഓതി കൊടുക്കണമെന്ന് അല്ലാഹു പറഞ്ഞ മഹാനായ ഉബയ്യാണിത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബ് എന്നവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. വാതിൽ തുറക്കുമ്പോൾ ലോകത്തിന്റെ ഗുരുവാണ്, ഖൈറുൽ ഖൽഖാണ്, അഫ്ളലുൽ ബശറാണ്. നബിതങ്ങളെ കണ്ടപ്പോ ബിഅബീ അൻത വഉമ്മീ യാ റസൂലല്ലാഹ് ശറഫ്തനീ ബിസിയാറതിക്. നബിയേ അങ്ങനെ സന്ദർശിക്കാൻ വന്നതിൽ വല്ലാത്ത അഭിമാനമുണ്ട് നബിയേ. വല്ലാഹി മാ കാന മാ മിൻ അഹ്ലിൽ അർളി അഹദുൻ യശ്റഫു ബിസിയാറതി അഹദിൻ ഇല്ലാ അന ഹാദൽ യൗം. എന്നെപ്പോലെ മഹാനായ ഒരു വ്യക്തിയെ അതിഥിയായി ലഭിച്ച മറ്റാരുണ്ട് നബിയേ? ഞാൻ അതീവ സന്തുഷ്ടനാണ് അങ്ങനെ ഇങ്ങോട്ട് വന്നത്. യാ ഉബയ്യേ പറയാൻ തുടങ്ങുന്നു. ലബ്ബൈക യാ റസൂലല്ലാഹ്, പറയൂ നബിയേ അങ്ങേക്കുത്തരം. ഇന്നല്ലാഹ അമറനി അൻ അഖറഅ അലൈക സൂറ ലം യകുൽ ലദീന കഫറൂ. ഉബയ്യേ സൂറത്തുൽ ബയ്യിന നിങ്ങൾക്ക് ഓതിത്തരണമെന്ന് അല്ലാഹു എന്നോട് കൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വന്നതാണ്. അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, അസമ്മാനി റബ്ബി ഫിൽ മലഇൽ അഅ്ലാ. അല്ലാഹുവിന്റെ ഉന്നതമായ ലോകത്ത് അല്ലാഹു എന്റെ പേര് പറഞ്ഞോ നബിയേ? ഉബയ്യ് ഇബ്നു കഅബ് എന്ന് അല്ലാഹു പറഞ്ഞോ നബിയേ? എന്റെ പേര് അല്ലാഹു പറഞ്ഞോ നബിയേ? എനിക്ക് ഓതിത്തരണമെന്ന് എന്റെ പേര് വിളിച്ചോ നബിയേ? ഖാല നഅം, അതെ എന്ന് പറഞ്ഞപ്പോ ഈ വല്ലാഹി ലഖദ് സമ്മാക ഫിൽ മലഇൽ അഅ്ലാ ഫബകാ ഉബയ്യ് ഇബ്നു കഅബ്. വിശുദ്ധ ഖുർആൻ നെഞ്ചിലേറ്റുകയും ഏത് നേരവും അല്ലാഹുവിന്റെ ഖുർആൻ അതിലൂടെ ഓതിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന മഹാനായ ഉബയ്യ് റളിയല്ലാഹു അൻഹു, അവരുടെ പേര് അല്ലാഹു ആകാശലോകങ്ങളിൽ അല്ലാഹുവിന്റെ ഉന്നതങ്ങളിൽ പടച്ചതമ്പുരാന്റെ അല്ലാഹുവിന്റെ മലഉൽ അഅലയിൽ മഹാനവരുടെ പേര് ഉച്ചരിച്ചു എന്ന് കേട്ടപ്പോൾ ഫബകാ, സന്തോഷം കൊണ്ട് കരഞ്ഞു പോയിട്ടുണ്ട്. ഈ മഹാനാണ് വിശുദ്ധ ഖുർആനിന്റെ പാരായണം
ചെയ്യുന്ന വിശുദ്ധ ഖുർആനിന്റെ പണ്ഡിതന്മാരുടെ അന്ന് ഖാരി എന്ന് പറയുന്നത് ഖുർആനിന്റെ പാരായണത്തിന് മാത്രമല്ല, ഖുർആൻ പഠിച്ച ആലിമിനാണെന്ന് ഖാരി എന്ന് പറയാം. ഖാരികൾ വെറും ഖുർആൻ ഓതിപ്പോകേണ്ടവരല്ല, അതിന്റെ അർത്ഥവും അതിന്റെ മുഹ്കമുകളും അതിലെ മുതശാബിഹുകളും അതിന്റെ മഅനകളും തഫ്സീറുകളും പഠിക്കുമ്പോഴാണ് എന്താണ് ഞാൻ ഈ ഓതിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ അർത്ഥവും അതിന്റെ ആഴവും അതിന്റെ വെളിച്ചവും ലഭിക്കുകയുള്ളൂ. മഹാനായ ഉബയ്യ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തനബിതങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അയ്യു ആയത്തിൻ അഅദമു ഫീ കിതാബില്ലാഹ്, ഉബയ്യേ, അല്ലാഹുവിന്റെ കിതാബിൽ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണ്? ആർക്കെങ്കിലും അറിയുമോ? മഹാനായ ഉബയ്യ് എന്നവരോട് നബിതങ്ങൾ ചോദിച്ചു, ഉബയ്യേ, നിങ്ങൾക്കറിയുമോ ഏത് ആയതാണ് ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായത്? അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അവന്റെ റസൂലിനും അറിയാം. ആര് പറഞ്ഞു? ഉബയ്യ് റളിയല്ലാഹു അൻഹു. അവർക്ക് ഉത്തരമറിയാം, പക്ഷേ നബിതങ്ങളുടെ മുൻപിൽ അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും കാണിച്ചുകൊണ്ട് ആ ഉത്തരം അങ്ങ് വിളിച്ചു പറഞ്ഞില്ല. ഞങ്ങൾ ഒന്നുകൂടെ ചോദിച്ചു, ഉബയ്യേ, നിങ്ങൾക്കറിയില്ലയോ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തേതാണ്? സൂറയല്ല, ആയത്തേതാണ്? മഹാനവർ പറഞ്ഞു, ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയാണ് സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത് എന്നാണ് എന്റെ ഓർമ്മ. സൂറ ആയത്തുൽ കുർസി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഒന്ന് ചൊല്ലി നോക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. 9 സെന്റൻസുകളുള്ള ഒരായത്താണത്, ഒരൊറ്റ ആയത്ത്. ഈ ആയത്ത് ഇതാണ് അഅ്ളമു ആയത്തിൻ ഫിൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ആയത്തുൽ കുർസിയാണെന്ന് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉത്തരം കൊടുത്തപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബയ്യ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ കൈകൊണ്ടടിച്ചുകൊണ്ട് പറഞ്ഞു, ലിയഹ്നികൽ ഇൽമു യാ അബൽ മുൻദിർ, ലിയഹ്നികൽ ഇൽമു യാ അബൽ മുൻദിർ. ഉബയ്യേ, അല്ലാഹു നിങ്ങൾക്ക് ജ്ഞാനം കൊണ്ട് അഭിനന്ദനം നൽകട്ടെ, നിങ്ങൾക്ക് ജ്ഞാനമുണ്ടാവട്ടെ, നിങ്ങൾക്ക് മഹാജ്ഞാനം അല്ലാഹു നൽകട്ടെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയപ്പോൾ ഒരായത്ത് നബിതങ്ങൾക്ക് വിട്ടുപോയിരുന്നു, തങ്ങൾക്ക് മറന്നുപോയി. നിസ്കാരം കഴിഞ്ഞപ്പോ സ്വഹാബികളൊക്കെ പറഞ്ഞു, നബിയേ അനസീസഹാ അം നുസിഖത്, നബിയേ വിശുദ്ധ ഖുർആനിലെ ആ ആയത്ത് നസ്ഖ് ചെയ്യപ്പെട്ടതാണോ അതല്ല അങ്ങ് മറന്നുപോയതാണോ? അനസീസ യാ റസൂലല്ലാഹ് അം നുസിഖത്, അത് നസ്ഖ് ചെയ്യപ്പെട്ടതാണോ ക്യാൻസൽ ചെയ്യപ്പെട്ടതാണോ അതല്ല അങ്ങ് മറന്നുപോയതാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ ചോദിക്കുന്നു, അയ്ന ഉബയ്യ്, ഉബയ്യ് ഇവിടെ? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഇവിടെ? മഹാനവറുകൾ പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാനിതാ ഇവിടെ. നബി തങ്ങൾ ചോദിക്കുകയാണ് ഉബയ്യ് റളിയല്ലാഹു അൻഹുവിനോട്, ഉബയ്യേ, ഉബയ്യേ, അനസീതു ആയതൻ, ഞാനൊരു ആയത്ത് മറന്നുപോയതാണോ? ഖാല നഅം, അവര് പറഞ്ഞു, അതേ നബി, അങ്ങ് മറന്നുപോയിരുന്നു ഒരായത്ത്. അപ്പോഴാണ് ആ വിഷയം നബി തങ്ങൾ ഉബയ്യ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരീകരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ അറിയണം, വിശുദ്ധ ഖുർആൻ നെഞ്ചിലേറ്റ് നടന്ന ഒരു മഹാനായ സ്വഹാബിക്ക് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത സ്ഥാനമാണത്. വിശുദ്ധ ഖുർആനിന്റെ ഹാഫിളീങ്ങളെ നമ്മൾ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം. നമ്മുടെ ഈ പരിപാടി ഏറ്റവും നല്ല പ്രൈസ്, ഒരുപക്ഷേ കേരളക്കരയിൽ പോലും നടക്കുന്ന പരിപാടികളിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായ, വളരെ മനോഹരമായ, നല്ല വ്യതിരക്തതയുള്ളൊരു ഒരു സംരംഭമായി വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന്, വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിന്, ഈ വിശുദ്ധ ഖുർആൻ ഹാഫിദുൽ ഖുർആൻ സീസൺ 2 സർവശക്തനായ അല്ലാഹു ഈ സംരംഭം നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇത് നബിയുടെ മാതൃകയാണ്, ഇത് സ്വഹാബത്തിന്റെ മാതൃകയാണ്. മഹാനായ
ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊച്ചുമക്കൾക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കും. അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയാതിൻ മിൻ കിതാബില്ലാഹ് വഅന ഗുലാമുൻ ഫീ ഹിജ്രിഹി. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ കയറി ഇറങ്ങുന്ന ഒരു കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് തന്നെ എനിക്ക് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ അവസരമുണ്ടായിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കളുടെ നേതാവ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ചെറിയ കുട്ടികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ പ്രമുഖനും ഹബീബിന്റെ പുതിയാപ്പിളയുമായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല كان يقوم بالقرآن في ركعة واحدة. രാത്രി നേരത്തെ രണ്ടേ റക്അത്ത്, ഒരു നേരത്തെ നിസ്കാരം തഹജ്ജുദ് നിസ്കാരം രാത്രി മുഴുവനുമുള്ള 2 റക്അത്ത് നിസ്കാരങ്ങളിലായി. ഫി റക്അത്ത് എന്ന് പറഞ്ഞാൽ ഫി സ്വലാത്തിൻ വാഹിദ, 2 റക്അത്ത് വരുന്ന ഒരു നിസ്കാരത്തിൽ വിശുദ്ധ ഖുർആൻ മുഴുവനും മനപ്പാഠമായി സൂറകൾ ഓരോന്നോരോന്നായി നിസ്കാരം പാതിരാത്രിയിലെ നിസ്കാരങ്ങളിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഓതുമായിരുന്നു. ഖുർആൻ മുഴുവൻ 2 റക്അത്തിൽ. നമുക്ക് ദീർഘമായ ഒരു സൂറത്ത് ഓതുമ്പോഴേക്കും ടെൻഷനായി, സമയം വൈകിപ്പോയോ, ഉറക്കം വരുന്നു, ചടപ്പ് വരുന്നു. മഹാനായ ഉസ്മാൻ തങ്ങളോട് ആളുകൾ ചോദിക്കുകയാണ്, ലൗ റഫഖത ബിനഫ്സിക യാ അമീറൽ മുഅ്മിനീൻ. ഉസ്മാൻ തങ്ങളെ, ഇങ്ങനെ വിശുദ്ധ ഖുർആൻ ഒരു രാത്രിയിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നിങ്ങൾ ഇത് മുഴുവൻ ഓതിയാൽ എത്ര മണിക്കൂറുകളായത്? മിനിമം 6-7 മണിക്കൂർ സമയം വിശുദ്ധ ഖുർആനിന് വേണ്ടി നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിൽ ഉസ്മാനെ, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തോട് ഒരൽപ്പം അലിവ് കാണിച്ചുകൂടെ? ഒന്ന് വിശ്രമിച്ചുകൂടെ? ഒന്ന് ഉറങ്ങിക്കൂടെ? ഒന്ന് കിടന്നുകൂടെ? ഇങ്ങനെ നിങ്ങൾ നിസ്കരിക്കുകയോ എന്ന് ചോദിച്ചപ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വല്ലദീ തസ്തഹീ മിൻഹു മലായികത്തുർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ മലക്കുകൾ പോലും നാണിച്ചു പോകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാഹി ലൗ തഹറത് ഖുലൂബുനാ മാ ശബിഅനാ മിനൽ ഖുർആൻ. നമുക്ക് എന്താണ് ഖുർആൻ ഓതാൻ കഴിയാത്തത് എന്നതിന്റെ മറുപടിയാണ്. എന്തേ നമുക്ക് ഖുർആൻ ഓതാൻ സമയം കിട്ടാത്തത്? നമ്മുടെ തിരക്കിനിടയിൽ എന്തേ നമുക്ക് ഖുർആൻ ഓതാൻ കഴിയാതെ പോകുന്നത്? ആ ഒരു ചോദ്യത്തിന് മറുപടിയാണ് ഉസ്മാൻ തങ്ങൾ കൊടുക്കുന്നത്. വല്ലാഹി ലൗ തഹറത് ഖുലൂബുനാ, നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധിയുള്ളതായിരുന്നുവെങ്കിൽ മാ ശബിഅനാ മിൻ കലാമില്ലാഹ്, സർവശക്തനായ അല്ലാഹുവിന്റെ ഈ വചനം അത് ഓതിയിട്ട് നമുക്ക് വയറ് നിറയില്ലായിരുന്നു. നമ്മുടെ വയറ് നിറയുന്നത്, നമുക്ക് വേണ്ടെന്ന് തോന്നുന്നത് നമ്മുടെ ഹൃദയം ശുദ്ധമല്ലാത്തതിന്റെ പേരിലാണ്. ഹൃദയം ശുദ്ധമായിരുന്നെങ്കിൽ, ഖൽബ് ശുദ്ധമായിരുന്നെങ്കിൽ, നമ്മുടെ ചിന്തകളിലേക്ക് വേണ്ടാത്തതും അനാവശ്യമായ ചർച്ചകളും അനാവശ്യമായ ചിന്തകളും നമ്മുടെ ഖൽബിലേക്ക് കയറിക്കൂടിയിട്ടില്ലായിരുന്നുവെങ്കിൽ മാ ശബിഅനാ മിൻ കലാമില്ലാഹ് മാ ശബിഅനാ മിനൽ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് മതിവരില്ലായിരുന്നു, നമുക്ക് ഓതിയാൽ മടുപ്പ് വരില്ലായിരുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മഹാനായ സ്വഹാബി, അവരെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. സൂറത്തുൽ സുമറിൽ അമ്മൻ ഹുവ ഖാനിതുൻ ആനാഅൽ ലൈലി സാജിദാ أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه أمن هو قانت آناء الليل, രാത്രിയുടെ യാമങ്ങളിൽ ഇബാദത്തിൽ എഴുന്നേറ്റ് നിൽക്കുകയും സാജിദൻ സുജൂദിൽ കിടക്കുകയും വഖായിമൻ നിന്നുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുന്ന യഹ്ദറുൽ ആഖിറ, പരലോകത്തെ പേടിക്കുകയും ചെയ്യുന്ന ഒരാൾ, വയർജൂ റഹ്മത റബ്ബി, അല്ലാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരാൾ. ഫഹൽ യസ്തവി الذين يعلمون والذين لا يعلمون, അറിയുന്നവരും അറിയാത്തവരും ഒരുപോലെയാണോ?
പണ്ഡിതന്മാരും പാമരന്മാരും ഒരുപോലെയാണോ? ജാഹിലായ ഒരാളും ആലിമായ ഒരാളും ഒരുപോലെയല്ല എന്ന് അല്ലാഹു പറയുന്നതിന്റെ തൊട്ടു മുമ്പ് രാത്രികാലങ്ങളിൽ നിന്നുകൊണ്ടും സുജൂദിൽ കിടന്നും ഇബാദത്തിലായി അല്ലാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ടും ആഖിറത്തെ പേടിച്ചുകൊണ്ടും നടക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, അല്ലാഹു സൂചിപ്പിക്കുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കുറിച്ചാണ്. അത് ഉസ്മാൻ തങ്ങളാണെന്ന്, ഉസ്മാൻ തങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ വിശുദ്ധ ഖുർആൻ മനോഹരമായി പാരായണം ചെയ്ത ഒരു സ്വഹാബിയുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ പണ്ഡിതനാണ്. രണ്ടാമത് പറഞ്ഞ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിന്റെ പാരായണം ചെയ്യുന്നവരുടെ നേതാവാണ്. മൂന്നാമത് പറഞ്ഞ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ്. ഇനി പറയുന്ന അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ പാരായണം ഏറ്റവും മനോഹരമായി ചെയ്തിരുന്ന ആളാണ്. മഹാനായ അബൂ മൂസൽ അശ്അരി തങ്ങൾ ഒരു രാത്രി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ രാത്രിയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മസ്ജിദിലാണ്. ഖുംതു മിനൽ ലയാലി അഖറഉൽ ഖുർആന ഫീ മസ്ജിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ പള്ളിയിൽ മസ്ജിദുൻ നബവിയിലെ ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ പള്ളിയിലെ ഞാൻ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വഇദാ ബിഹി യസ്തമിഉ മിന്നി നബി തങ്ങൾ മഹാനായ അബൂ മൂസൽ അശ്അരി തങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അബൂ മൂസൽ അശ്അരി തങ്ങൾ ഓതുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെട്ടെന്ന് നിങ്ങൾക്ക് നല്ല സൗണ്ട് ഉണ്ടോന്നല്ലേ അങ്ങോട്ട്? എനിക്ക് സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നില്ല. ശരി. قمت من الليالي أقرأ القرآن في مسجده صلى الله عليه وسلم. الله رسول مسجد أبو موسى الأشعري رضي الله عنه قرآن പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഹദീസ് ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. നേരം അല്ലാഹുവിന്റെ റസൂൽ തൊട്ടടുത്ത വീട്ടിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ പാരായണം അബൂ മൂസൽ അശ്അരി തങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പാരായണം ആസ്വദിക്കുകയായിരുന്നു. നേരം വെളുത്തപ്പോൾ മഹാനായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മൂസൽ അശ്അരിയോട് സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, യാ അബാ മൂസ, അല്ലയോ അബൂ മൂസൽ അശ്അരി, ലൗ റഅയ്തനി അൽബാരിഹ വഅന അസ്തമിഉ ഇലാ തിലാവതിക. അബൂ മൂസ, ഞാൻ ഇന്നലെ രാത്രി നിങ്ങൾ ഓതുന്ന പാരായണം ശ്രദ്ധിച്ചു കേൾക്കുന്നത് നിങ്ങളെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ. മൂസ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നക ലതസ്തമിഉ ഇലാ തിലാവതി, എന്റെ പാരായണം കേൾക്കുകയായിരുന്നോ? ഈ വല്ലാഹ്, തീർച്ചയായും നമ്മൾ ഇവിടെ പാരായണ മത്സരം നടക്കുമ്പോ പാരായണം കേൾക്കുന്നവരാണ് ശ്രോതാക്കള്. അതൊരു പുണ്യമാണ്, അതിന് കൂലിയുണ്ട്, അതിന് പ്രതിഫലമുണ്ട്. നമുക്കൊന്നും മനസ്സിലായില്ലെന്ന് വിചാരിക്കുക. വിശുദ്ധ ഖുർആനിന്റെ പാരായണം ഹൃദയത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ചികിത്സയാണ്, ശരീരത്തിൽ കിട്ടുന്ന ചികിത്സയാണ്. നമുക്കറിയുമോ, ഇന്ന് സൗണ്ട് ഹീലിംഗ്, ശബ്ദം കൊണ്ടുള്ള ചികിത്സയുണ്ട്. ആൽഫ്രഡ് ടൊമാറ്റിസ് ആണ് അതിന്റെ ആള്, തുടങ്ങി വെച്ചാണ് ലോകത്ത്. ശബ്ദം കൊണ്ടുള്ള ചികിത്സ എന്നത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് പോലും വിശുദ്ധ ഖുർആനിന്റെ പാരായണം മറ്റു ഒരു ശബ്ദവും കേൾപ്പിക്കാതെ ഒരാൾ ഓതുകയോ, വിശുദ്ധ ഖുർആനിന്റെ റെക്കോർഡ് ചെയ്യപ്പെട്ട ഖിറാഅത്ത് രോഗിയായ, പ്രത്യേകിച്ച് ബ്ലഡ് ക്യാൻസറിന്റെ ഏറ്റവും കൂടുതൽ ഫലവത്തായി കാണുന്നത് വിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. അത് ലോകത്ത് തെളിയിക്കപ്പെട്ടൊരു സംഭവമാണ്. എത്രയോ രോഗികൾക്ക് വിശുദ്ധ ഖുർആനിന്റെ പാരായണം ശ്രവിക്കുന്നത് കൊണ്ട് അത് നമ്മുടെ ബ്രെയിൻ സെല്ലുകളെ, ശരീരത്തിന്റെ ന്യൂറോണുകളെ റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു ശേഷിയുണ്ടതിന്. അല്ലാഹു തന്നെ പറയുന്നുണ്ടല്ലോ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. അവിശ്വാസികൾക്ക് ഇത് മനസ്സിലാവില്ല.
അള്ളാഹുവിനെ വിശ്വസിക്കാത്തവർക്ക് ഇതിന്റെ മധുരം അറിയുന്നില്ല. അവരറിഞ്ഞിരുന്നെങ്കിൽ വിശുദ്ധ ഖുർആനിലേക്ക് അവർ ഓടിവരും, ഇസ്ലാമിലേക്ക് അവർ ഓടിവരും. ഈ വിശുദ്ധ വാക്യങ്ങളിൽ നിന്ന് ഞാൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് സത്യവിശ്വാസികൾക്ക് ശമനവും കാരുണ്യവുമാണ്. ഖുർആനിൽ ശമനമുണ്ട്, ചികിത്സയുണ്ട്, ശിഫയുണ്ട്. അത് കേട്ടുകഴിഞ്ഞാൽ ആശ്വാസമുണ്ട്. കേൾക്കുന്നത് പുണ്യം, പറയുന്നത് പുണ്യം, ആസ്വദിക്കുന്നത് പുണ്യം. എല്ലാറ്റിനും കൂലി ലഭിക്കുന്ന ഒന്നേ ഒന്ന്, അത് അല്ലാഹുവിന്റെ വചനമാണ്, വിശുദ്ധ ഖുർആനാണ്. അബൂ മൂസ അശ്അരി തങ്ങളോട് നബി തങ്ങൾ പറയുന്നു, അബൂ മൂസ, ഇന്നലെ വളരെ മനോഹരമായി നിങ്ങൾ ഖുർആൻ ഓതുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അറിയുകയായിരുന്നുവെങ്കിൽ. അവർ ചോദിച്ചു, നബിയേ, എന്റെ പാരായണം അങ്ങ് ശ്രമിക്കുകയോ? അങ്ങേക്കല്ലേ അല്ലാഹു ഖുർആൻ തന്നത്? അങ്ങയുടെ അനുയായികൾപ്പെട്ട ഒരാൾ ഞാനത് ഓതുന്നത് നിങ്ങൾ കേൾക്കുകയോ എന്ന് ചോദിച്ചപ്പോൾ അബൂ മൂസ തങ്ങളോട് നബി തങ്ങൾ നഅം, ഞാനത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, നബിയേ, ഞാനെങ്ങാനും അത് അറിഞ്ഞിരുന്നുവെങ്കിൽ വല്ലാഹി ലൗ അഅലമു അന്നക തസ്തമിഉ ലിതിലാവതി ലഹബ്ബർതുഹാ തഹ്ബീറാ. എന്റെ വിശുദ്ധ വചനങ്ങളെ ഓതുന്ന ആ ഒരു ശൈലിയും ഓത്തും നിങ്ങളത് കേൾക്കുകയാണെങ്കിൽ ഞാൻ മനോഹരമായി ഇനിയും ഭംഗിയായി ഓതിയേനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അബൂ മൂസ, നിങ്ങൾക്ക് മനോഹരമായ ശബ്ദമുണ്ട്. ലഖദ് ഊതീത മിസ്മാറൻ മിൻ മസാമീരി ആലി ദാവൂദ്. ദാവൂദ് നബി അലൈഹിസ്സലാമിനെ ഇവിടെ ആലി ദാവൂദ് എന്നതിന് ദാവൂദ് നബി എന്നേ അർത്ഥമുള്ളൂ. ലഖദ് ഊതീത മിസ്മാറൻ, മിസ്മാർ എന്ന വാക്കിന്റെ വാക്കർത്ഥമല്ല ഇവിടെ കൊടുക്കേണ്ടത്. ഈ ആയത്തിന്റെ മിസ്മാർ എന്ന് പറഞ്ഞാൽ ഫ്ലൂട്ട് എന്ന് പറഞ്ഞ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് അല്ല. മിസ്മാർ എന്ന് പറഞ്ഞാൽ അസ്സൗത്തുൽ ഹസൻ. ദാവൂദ് നബി അലൈഹിസ്സലാം നല്ല മധുരമുള്ള ശബ്ദമുള്ള മഹാനാണ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ്. സബൂർ എന്ന് പറഞ്ഞ ഗ്രന്ഥം പാരായണം ചെയ്യപ്പെടുന്ന അല്ലാഹുവിന്റെ പ്രകീർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന കാവ്യമായിരുന്നു അത്രേ. അത് ദാവൂദ് നബി അലൈഹിസ്സലാം പാടാൻ തുടങ്ങിയാൽ ഫലസ്തീനിലെ മുഴുവൻ മലകളും മഹാനായ ദാവൂദ് നബി പാരായണം ചെയ്യുന്ന നേരം മലകളിൽ നിന്ന് ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങും. മലകളും അത് ഓതുമായിരുന്നു ദാവൂദ് നബിയുടെ കൂടെ. എവിടെയായിരുന്നത്? വിശുദ്ധ ഖുർആനിൽ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്താണ്
اللهم رب هذه الدعوة التامة والصلاة القائمة آت سيدنا محمد الوسيلة والفضيلة وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. ബഹുമാന്യരെ, മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ ഒരുപക്ഷെ ഇതുപോലെയുള്ള മത്സരങ്ങളിലൊക്കെ ഏറ്റവും നല്ല മനോഹരമായ ഖിറാഅത്തിനാണ് നമ്മൾ പ്രൈസ് നൽകുക. ഇവന് മഹാനായ അബൂ മൂസ തങ്ങൾ പറഞ്ഞു, നബി അങ്ങ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ലഹബ്ബർതുഹാ തഹ്ബീറ. ഒരു പരിപാടി വരുമ്പോൾ സാധാരണ ഓതുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഒന്നുകൂടെ മനോഹരമായി ഓതിയേക്കും, ഒരു കുഴപ്പമില്ല. അബൂ മൂസ തങ്ങൾ പറയാ, നബിയെ അങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ വല്ലാഹി ലൗ അലിംതു അന്നക തസ്മഉനി ലഹബ്ബർതുഹാ ലക തഹ്ബീറ, ഞാനത് വളരെ മനോഹരമായി ഒന്നുകൂടെ ശബ്ദം മനോഹരമാക്കി ഓതിയേനെ. നേരെ നബി തങ്ങൾ പറഞ്ഞു, യാ അബൂ മൂസ, അബൂ മൂസ ലഖദ് ഊതീത മിസ്മാറൻ മിൻ മസാമീരി ആലി ദാവൂദ്. ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ വളരെ മനോഹരമായ ശബ്ദത്തിന്റെ ഒരംശം നിങ്ങൾക്കും അല്ലാഹു നൽകിയിട്ടുണ്ടല്ലോ എന്ന് മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട്. പ്രഗത്ഭരായ 4 സ്വഹാബിമാരെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. ഞാനൊന്ന് ചോദ്യം ചോദിച്ചോട്ടെ, ഇതിൽ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് ആരാണ്? ഏത് സ്വഹാബിയാണ്? അറിയുന്നവർ കൈവയ്ക്കുക. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് ആരെങ്കിലും ഉണ്ടാവും? കൈവയ്ക്കാൻ മതി. ഇത്ര അറിയുന്നവർ ധൈര്യമായിട്ട് കൈവക്കണോ? ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്. അടുത്തത് വിശുദ്ധ ഖുർആൻ പണ്ഡിതന്മാരിൽ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതൻ, ഖുർആനിന്റെ പാണ്ഡിത്യമുണ്ടായിരുന്ന ഒരു സ്വഹാബി. അതാരായിരുന്നു? അറിയുന്നവരെ കൈവക്കുക. ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു ആണോ? അവരൊക്കെ പണ്ഡിതരാണ്. പക്ഷെ നബി തങ്ങൾ എടുത്തു പറഞ്ഞ ഒരു സ്വഹാബിയുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആനിന്റെ പാരായണം ചെയ്യുന്നവരുടെ നേതാവ്, സയ്യിദുൽ ഖുർആ. ഖുർആനിന്റെ പാരായണം ധാരാളം ചെയ്തിരുന്ന ഒരു സ്വഹാബി. അവരുടെ പേരാണ് അല്ലാഹു നബിയോട് പറയുകയും അവർക്ക് നിങ്ങൾ സൂറത്തുൽ ബയ്യിന ഓതി കൊടുക്കണം എന്ന് പറയുകയും ചെയ്തത്. അതാരായിരുന്നു? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്. ഇനി അവസാനത്തേത് ഖുർആനിന്റെ പാരായണ മധുരിമയിൽ മുൻപന്തിയിൽ നിന്നൊരു സ്വഹാബി, നല്ല മനോഹര ശബ്ദമുണ്ടായിരുന്ന ഖുർആൻ പാരായണം ചെയ്തിരുന്ന സ്വഹാബി. അതാണ് അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു. ഖുർആൻ എത്രയോ കൊച്ചുമക്കൾ ഖുർആനിന്റെ പണ്ഡിതന്മാരായ ഹാഫിളുകളും ആലിമുകളുമായി ഉന്നത സ്ഥാനങ്ങളിലേക്ക് അല്ലാഹു ഉയർത്തുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് വരുമ്പോൾ, ഞാൻ അവസാനിപ്പിക്കാം, മക്കയിലെ ഉമർ തങ്ങളുടെ ഒരു ഗവർണർ ഉണ്ടായിരുന്നു. ഉമർ തങ്ങൾ വന്നപ്പോ അദ്ദേഹം ഗവർണർ ജോലിയൊക്കെ രാജിവെച്ച് മാറി നിൽക്കാൻ. ഉമർ തങ്ങൾ ചോദിച്ചു, ലിമ തറക്തൽ ഇമാറ, എന്തേ നിങ്ങൾ അധികാരമൊക്കെ വേണ്ടാന്ന് വെച്ചത്? തറക്തുഹാ ലി ഇബ്നി അബ്സ, ഇബ്നി അബ്സക്ക് വേണ്ടി ഞാൻ മാറിക്കൊടുത്തതാണ്. വമൻ ഇബ്നി അബ്സ, ആരാണോ ഇബ്നി അബ്സ എന്ന് ചോദിച്ചു. പറഞ്ഞു, മൗലൻ മിനൽ മവാലി, ഒരു അടിമയായി നടക്കുന്ന ഒരു സാധു ചെറുക്കനാണെന്ന് പറഞ്ഞു. അടിമയായി നടക്കുന്ന ഒരാൾക്കാണോ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച അധികാരം, നിങ്ങൾ മക്കക്കാരുടെ അധികാരം നിങ്ങൾ ഏൽപ്പിച്ചത് ഒരു അടിമച്ചക്കനാണോ ഇബ്നു അബ്സക്കാണോ എന്ന് ചോദിച്ചു. അമീറുൽ മുഅ്മിനീൻ, കാരണം എന്താണെന്നറിയോ? ഹുവ ഹാഫിദുൻ ലികിതാബില്ലാഹ് വഅലമു ബിൽ ഫറായിദ്, ഖുർആനിന്റെ നിയമങ്ങളും അള്ളാഹുവിന്റെ ഗ്രന്ഥവും ശരിക്ക് പഠിച്ച ഒരാളാണ്. അപ്പൊ എനിക്ക് തോന്നി എന്നെക്കാളും മുൻപന്തിയിൽ നിൽക്കേണ്ട ഒരാൾ ഇബ്നു അബ്സയാണ്, അതുകൊണ്ട് ഞാൻ ഇറങ്ങിക്കൊടുത്തു. ഇബ്നു അബ്സയെ മക്കയുടെ ഗവർണറാക്കി നിയമിച്ചിരിക്കുകയാണ്. ഉമർ തങ്ങൾ പറഞ്ഞു, സമിഅ്തു നബിയക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ പ്രവാചകൻ, നമ്മുടെ ഒക്കെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നല്ലാഹ യർഫഉ ബിഹാദാ അഖ്വാമൻ വയഖ്ലഉ ബിഹാ ആഖരീൻ, അല്ലാഹു ഒരു വിഭാഗം ആളുകളെ ഈ ഖുർആൻ കൊണ്ട് ഉയർത്തുകയും വേറെ ഒരു വിഭാഗം ആളുകളെ ഈ ഖുർആൻ കൊണ്ട് താഴ്ത്തുകയും ചെയ്യുന്നുണ്ട് എന്ന് നബി തങ്ങൾ പറയാറുണ്ട് സ്വല്ലല്ലാഹു. എങ്ങനെയെന്നറിയോ? അല്ലാഹുവിന്റെ കലാം മനസ്സിലാക്കാതെ ദുർവ്യാഖ്യാനം ചെയ്യുകയും എല്ലാത്തിനും ഖുർആൻ തെളിവ് പറയും. അവർ പറയുന്ന ഒരാശയത്തിനും ഖുർആനിന്റെ ആയത്തിനുള്ളിൽ തെളിവില്ലെന്നിരിക്കെ വിശുദ്ധ ഖുർആനിന്റെ മേലെ കാണുന്ന ആശയങ്ങൾ മാത്രമെടുത്ത് അതിന്റെ ആഴം മനസ്സിലാക്കാതെ തെറ്റായ ധാരയിലേക്ക് കടന്നു പോകുന്നവർ തെളിവ് പിടിക്കുന്നതും ഖുർആനിനാണ്. ഇപ്പൊ ചേകനൂരിന്റെ അനുയായികളും ഖുർആനെ തെളിവ് പിടിക്കുക,
ഖാദിയാനികൾക്കും ഖുർആൻ തെളിവാണ്, പിഴച്ച മുബ്തദിഅകൾക്കും ഖുർആൻ തെളിവാണ്. അല്ലാഹു ചില ആളുകളെ ഈ ഖുർആൻ കൊണ്ട് താഴേക്ക് തട്ടുകയും വേറെ ഒരു വിഭാഗത്തെ ഖുർആൻ കൊണ്ട് മേലോട്ട് ഉയർത്തുകയും ചെയ്യും എന്ന് നമ്മുടെ ഹബീബ് പറയുമായിരുന്നല്ലോ. അതുകൊണ്ട് ഇബ്നു അബ്സയെ നിങ്ങൾ അധികാരത്തിലേക്ക് ഏറ്റിയത് വിശുദ്ധ ഖുർആൻ കൊണ്ട് അല്ലാഹു ഉയർത്തിയതിന്റെ അടയാളമാണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. നമുക്കിവിടെ വിശുദ്ധ ഖുർആനിന്റെ ഒരു മഹാസ്ഥാപനം അർശ് തഹ്ഫീദുൽ ഖുർആൻ കോളേജ് ഇവിടെ വരികയാണ്. 60 ലക്ഷം രൂപയിൽ നമ്മൾ ചെലവ് പ്രതീക്ഷിക്കുന്ന ആ ഒരു ബൃഹത്തായ ഖുർആൻ കോളേജിന്റെ ഒരു സ്ക്വയർ ഫീറ്റിന് 1000 രൂപയാണ് അതിന്റെ ചെലവ് കണക്കാക്കുന്നത്. 1000 രൂപ. അതൊക്കെ നമ്മുടെ കാഞ്ഞങ്ങാട് പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾ, ഗൾഫുകാരായ നമ്മുടെ മക്കളോ കുടുംബക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് പറഞ്ഞാൽ എത്ര സ്ക്വയർ ഫീറ്റ് വേണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഒരു 100 സ്ക്വയർ ഫീറ്റ് വേണോ, നമുക്ക് 1 ലക്ഷമാക്കി കൊടുക്കാം. 10 മതിയോ, 10,000 കൊടുക്കാം. അത് നമുക്ക് തീരുമാനിക്കാം. പക്ഷെ ഒരാളും, നമ്മുടെ ഈ പരിസരത്തുള്ള ഒരാളും ഈ ഖുർആൻ കോളേജിൽ ഒരു സ്ക്വയർ ഫീറ്റ് 1000 രൂപയെങ്കിലും പണി തീരുന്നതിന് മുമ്പ് കൊടുത്തേക്ക്. നമ്മുടെ വകയായിട്ട് ഒരു 1000എങ്കിലും നമ്മുടെ വകയായിട്ട് ആ സ്ഥാപനത്തിന് വേണം. അത് നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടായിരിക്കുക. നമ്മുടെ പ്രവർത്തകന്മാർ ആ വിഷയവുമായി നിങ്ങളെ സമീപിക്കുകയോ നിങ്ങൾ അവരെ സമീപിക്കുകയോ ചെയ്യുമ്പോൾ തീർച്ചയായും സന്തോഷത്തോടുകൂടെ അത് നിങ്ങൾ കൈമാറുകയും ഈ വിശുദ്ധ വചനത്തിന്റെ സംരക്ഷണ പാതയിൽ നിങ്ങൾ ഓരോരുത്തരുടെയും നിങ്ങളുടെ സംഭാവനകൾ ഉണ്ടാകണമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ CK റഹ്മത്തുള്ള സാഹിബ് ഇവിടെയുണ്ട്. യൂസുഫ് അലി സാഹിബിന്റെ ഒക്കെ വളരെ അടുത്ത പരിചയമുള്ള ആൾ കൂടിയായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഒക്കെ വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കാൻ റഹ്മത്തുള്ള സാഹിബിന് കഴിയും. അദ്ദേഹം നമുക്ക് 1 ലക്ഷം രൂപ അവരുടെ മരിച്ച ഉപ്പയുടെ പേരിലും വേറെ 1 ലക്ഷം ഉമ്മയുടെ പേരിലുമായി 2 ലക്ഷം രൂപ ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു ഖബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഈ സദസ്സിലെ വിഷയം അറിയിക്കുന്നതോടുകൂടെ തന്നെ തന്റെ മരിച്ചുപോയ മാതാവിനും പിതാവിനും വേണ്ടി നിയ്യത്ത് ചെയ്ത റഹ്മത്തുള്ള സാഹിബ് അല്ലാഹു തആല ഖബൂലാക്കട്ടെ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മുടെ സംഭാവനകളും നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ നന്മകൾക്കും അത് നിമിത്തമാക്കി തരട്ടെ എന്ന് അല്ലാഹുവിനോട് ദുആയിരക്കുകയാണ്. സർവശക്തനായ അല്ലാഹു നമ്മുടെ ഈ സംരംഭം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഗൾഫിലുള്ള നമ്മുടെ കുറ്റിക്കോൽ അബൂബക്കർ സാഹിബ് അടക്കം, സുബൈർ സാഹിബ് അടക്കം, നമ്മുടെ ആരിഫും ഫൈസലും അടക്കം നമ്മുടെ പ്രഗത്ഭരായ പ്രവർത്തകന്മാരുടെയൊക്കെ ഒരു ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ അർശ് തഹ്ഫീദുൽ ഖുർആൻ കോളേജ്. ഇൻഷാ അല്ലാഹ് അത് മനോഹരമായി ഇവിടെ വളർന്നു വരികയും നമ്മുടെ ഇതുപോലെയുള്ള സംരംഭങ്ങൾക്കൊക്കെ ആതിഥേയത്വം അരുളാനുള്ള തൗഫീഖ് ഉണ്ടാവുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു ഖബൂലാക്കട്ടെ. ദുഹർ നിസ്കാരത്തിന് സമയമായി പരിപാടി വൈൻഡപ്പ് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിലേക്ക് പഠിക്കാനും അത് ഓതാനും നമ്മുടെ എന്ത് ജീവിത തിരക്കിനിടയിലും സമയം കണ്ടെത്തണമെന്ന് അറിയിക്കുകയാണ്. ഉസ്മാൻ തങ്ങൾ 2 റക്അത്ത് നിസ്കാരത്തിൽ ഖുർആൻ മുഴുവനായി ഓതിയിരുന്ന കാലം അദ്ദേഹം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി മാത്രമല്ല, 20 രാജ്യങ്ങളുടെ ഭരണാധികാരിയാണ്. അത്ര തിരക്കൊന്നും നമുക്കില്ലല്ലോ. മേലെ പോയൊരു മന്ത്രിയല്ലേ ആവുള്ളൂ നമ്മളൊക്കെ. മെമ്പർ മുതൽ ആലോചിച്ചാൽ ഉസ്മാൻ തങ്ങൾ 20 രാജ്യങ്ങൾ ഭരിച്ചവരാണ്. ആ മഹാൻ ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ എത്ര നേരം കണ്ടെത്തണ്ട? നമ്മൾ എന്ത് തിരക്കും പറഞ്ഞിട്ടായി ഓടുന്നത്? നമുക്ക് ആകെ തിരക്ക് വാട്സപ്പ് തുറക്കലും ഫേസ്ബുക്ക് തുറക്കലേ ഉള്ളൂ നമ്മുടെ തിരക്ക്, അല്ലേ? അത് തീർന്നിട്ട് മരിക്കാൻ വരെ സമയം കിട്ടില്ല. ഫേസ്ബുക്ക് വായിച്ചിട്ടൊന്നും മരിച്ചാൽ മതി, തീരാത്ത സംഭവമല്ലേ അത്? അൺലിമിറ്റഡ് അല്ലേ ഇത്തെ കണ്ടന്റ്? അപ്പോ അത്യാവശ്യങ്ങൾ അതിനുവേണ്ടി മാത്രം സോഷ്യൽ മീഡിയക്ക് ഉപയോഗിക്കാം. പക്ഷേ വിശുദ്ധ ഖുർആൻ അതിന്റെ മറവിൽ ഒരിക്കലും മറക്കപ്പെട്ടു പോകരുത്. നമുക്ക് നാളെ സാക്ഷിയാവണം, കൈപിടിച്ച് നാളെ നമ്മൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. നാളെ ഖബറിൽ സുമോഹനമായ ഒരു അനുഭവത്തിന് ഖുർആൻ നമുക്ക് സഹായമായി വരും. اقرأوا الزهراوين فإنهما تأتيان غمامتين أو كغيايتين يوم القيامة. അന്ത്യനാളിൽ തണൽ വിരിച്ചു കൊണ്ടുവരുന്നതാണ് അള്ളാഹുവിന്റെ വചനങ്ങൾ എന്ന് ഓർക്കുക. അതിന്റെ ആഴങ്ങളിലേക്ക് വലിയ പഠനങ്ങൾ അമുസ്ലിമീങ്ങളായ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആനെ സംബന്ധിച്ച് ക്ലെയർ ഫോസ്റ്റസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരി വിശുദ്ധ ഖുർആനിന്റെ പഠനങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ ഒരു യൂട്യൂബ് വീഡിയോസ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വളരെ റീസെന്റ്ലി. ക്ലെയർ ഫോസ്റ്റസ് അതിന്റെ അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നോ ക്ലാഷ് വിത്ത് ഖുർആൻ എന്നടിച്ചു കൊടുത്താൽ മതി യൂട്യൂബിൽ. അങ്ങനെ നോ ക്ലാഷ്. ചില വിഷയങ്ങളൊക്കെ അതിൽ ഇച്ചിരി പ്രശ്നങ്ങളുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അതീവമായ സങ്കീർണമായ സയൻസും
അതോടൊപ്പം വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ ലിങ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പഠനം എനിക്ക് വളരെ കൗതുകമായി തോന്നി. പക്ഷെ അതിലെ ചില ആളുകളെങ്കിലും അതിൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ തന്നെ രംഗത്ത് വന്നത് കാണാൻ കഴിയും. ഒന്നുമല്ല, പരിണാമ സിദ്ധാന്തത്തെ അവർ അംഗീകരിക്കുന്നുവോ എന്ന ഒരു രീതിയിലേക്ക് ചില വീഡിയോയിൽ 1-2 വീഡിയോകളിൽ കാണുന്നുണ്ട്. അത് കഴിച്ചാൽ ബാക്കിയൊക്കെ വളരെ ഗംഭീരമാണ്. അവസരം ഇംഗ്ലീഷൊക്കെ മനസ്സിലാകുന്നവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ വിദ്യാർത്ഥിനികൾക്കൊക്കെ അള്ളാഹുവിന്റെ വചനം എത്ര മഹാത്ഭുതമാണെന്ന് അറിയാൻ അത് ഉപകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നോ ക്ലാഷ് വിത്ത് ഖുർആൻ, ഖുർആനോടുകൂടെ ഒരു തർക്കവുമില്ല എന്നർത്ഥത്തിൽ നോ ക്ലാഷ് എന്നടിച്ചാൽ ഈ വീഡിയോസ് കാണാൻ പറ്റും. ഞാനൊരു ഉദാഹരണം പറയാം. അത് അല്ലാഹു ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഈ ഖുർആനിനെ നാമാണ് ഇറക്കിയത്, നാം ഇത് സംരക്ഷിച്ചുകൊണ്ടിരിക്കും എന്ന് അള്ളാഹുവിന്റെ വചനത്തിന് മുസ്ലിമീങ്ങളല്ല, ഈ ക്ലെയർ എന്ന് പറയുന്ന സ്ത്രീ മുസ്ലിമല്ല. അത് ഒരു സ്പോൺസർഡ് പ്രോഗ്രാമാണോ, അവരതിന്റെ റീഡറാണോ, പ്രസന്ററാണ്, അല്ലെങ്കിൽ അതിന്റെ അവതാരികയോ, അത് പഠിച്ചവരോ എന്തോ ആകട്ടെ, അതിലെ കണ്ടന്റ് വളരെ 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 സ്ട്രോങ് ആണ്. അള്ളാഹുവിന്റെ വചനത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ മുസ്ലിമീങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആനിലേക്ക്, ഇസ്ലാമിലേക്ക്, ദീനിലേക്ക് അവർ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതറിയാതെ നമ്മൾ ഈ പാട്ടും സിനിമയുമായി നടന്ന് വിശുദ്ധ ഖുർആൻ എന്ന അമൂല്യമായൊന്ന് നമ്മുടെ കയ്യിലുണ്ടായിട്ട് നമ്മൾ അതിന്റെ മൂല്യമറിയാതെ പോകരുത് എന്ന് മാത്രം ഈ പരിപാടിയിൽ സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇതിനു മുമ്പ്